ഹരി ഓം. സൗന്ദര്യലഹരി ശ്ലോകം 94. കളങ്ക കസ്തൂരീരജനികരബിംബം ജലമയം കലാഭി കർപ്പൂരൈർമരതകകരണ്ഡം നിപിടിതം അധസ്ത്വാദ്ഭോഗേന പ്രതിദിനമിതം രിക്തകുഹരം വിധിർഭൂയോ ഭൂയോ നിപിടയതി നൂനം തവ കൃതേ. ഹരി ഓം. ഹരി ഓം. 94-ാമത്തെ ശ്ലോകം. 94-ാമത്തെ ശ്ലോകത്തിൽ ദേവിയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ദേവി ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ വച്ചിരിക്കുന്ന മരതകക്കല്ലുകൊണ്ടുണ്ടാക്കിയ ഭിത്തിയാണത്രേ എന്താണ് ചന്ദ്രമണ്ഡലം. അങ്ങനെയൊരു മനോഹര വർണ്ണനയാണ് 94-ാമത്തെ ശ്ലോകത്തിൽ. കളങ്കഃ കസ്തൂരി രജനികരബിംബം ജലമയം കലാഭിഹി കർപ്പൂരൈഹി മരതക കരണ്ഡം നിപിടിതം അതഃ ത്വദ് ഭോഗേന പ്രതിദിനം ഇദം രിക്ത കുഹരം വിധിഹി ഭൂയഃ ഭൂയഃ നിപിടയതി നൂനം തവ കൃതേ. കളങ്ക കസ്തൂരി രജനികരബിംബം ജലമയം കലാഭി കർപ്പൂരൈർമരതക കരണ്ഡം നിപിടിതം അധസ്ത്വദ്ഭോഗേന പ്രതിദിനമിതം രിക്തകുഹരം വിധിർഭൂയോ ഭൂയോ നിപിടയതി നൂനം തവ കൃതേ. കളങ്കഃ ചന്ദ്രനിൽ കാണുന്ന കറുത്ത ആ അടയാളം ദേവി ധരിക്കുന്ന കസ്തൂരി തിലകമാണ് എന്നാണ്. ഇനി രജനികര ബിംബം, രജനികരൻ ചന്ദ്രനാണ്, ചന്ദ്രന്റെ ബിംബം ജലമയമാണ്. അതിനെ പനിനീരായിട്ട് പറയുകയാണ്. ഈ പനിനീരിനെ ദേവി വെറ്റില മുറുക്കുന്ന സമയത്ത് വെറ്റില നനക്കാനും ഉപയോഗിക്കാറുണ്ട് എന്നാണ്. അങ്ങനെ ആ ജലമയമായ ചന്ദ്രബിംബത്തെയും ദേവി തൻ്റെ ഉപകരണമായിട്ട്, ദേവിക്ക് ആവശ്യമുള്ള ഒരു കാര്യമായിട്ട് വച്ചിരിക്കുന്നു. ഇനി ഈ വെറ്റില മുറുക്കുന്ന സമയത്ത് അതിനൊരു സുഗന്ധമുണ്ടാകാൻ എന്താണ് പച്ചക്കർപ്പൂരം ഉപയോഗിക്കാറുണ്ട്. അത് ആ ചന്ദ്രന്റെ കലകളാണത്രേ. അങ്ങനെ കലാഭിഹി കർപ്പൂരൈഹി കലകളാകുന്ന കർപ്പൂരങ്ങളെ കൊണ്ട് തൻ്റെ വെറ്റില ആ താമ്പൂലം ചവക്കുന്ന ദേവിക്ക് അതും തൻ്റെ പെട്ടിക്കുള്ളിൽ എപ്പോഴും ആവശ്യമാണ്. ഇങ്ങനെയുള്ള നിപിടിതം ഇവ നിറഞ്ഞ മരതക കരണ്ഡം, മരതകക്കല്ല്, ആ കല്ലുകൊണ്ടുണ്ടാക്കിയ കരണ്ഡം എന്നാൽ പെട്ടി. അങ്ങനെയൊരു പെട്ടിയാണ് ആ ചന്ദ്രമണ്ഡലം എന്ന് പറയുന്നത്. അതിനാൽ ദേവി ഇത് ദിവസവും എടുത്ത് ഉപയോഗിക്കുന്നതിനാൽ കുറഞ്ഞു വരും. അപ്പോൾ എന്താണ്? അപ്പോൾ പൗർണമി ദിവസം ഈ ചന്ദ്രമണ്ഡലം പൂർണ്ണമാണ്. അപ്പോൾ ദേവിയുടെ മരതകക്കല്ലുകൊണ്ടുണ്ടാക്കിയ ആ ആഭരണ പെട്ടിയാണോ അല്ലെങ്കിൽ വിശിഷ്ട വസ്തുക്കൾ വച്ചിരിക്കുന്ന പെട്ടിയാണോ അവ നിറഞ്ഞിരിക്കുന്നത് പോലെ ദേവി ഓരോ ദിവസവും ഇതിൽ ഓരോന്നായിട്ട് പ്രത്യേകിച്ച് ഈ കലകളാകുന്ന കർപ്പൂരം എടുക്കുന്നതിനാൽ ചന്ദ്രനിൽ ക്ഷയം സംഭവിക്കുന്നു. ഇങ്ങനെ കുറഞ്ഞ് അവസാനം അമാവാസിയാകുമ്പോൾ അതിനാൽ ഇങ്ങനെ ദേവി ഓരോന്നും തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ഭോഗമെന്നാൽ ഉപയോഗത്തിനായിട്ട് ദേവി എടുക്കുകയാണ്, അനുഭവിക്കുന്നതിനാൽ അമാവാസിയാകുമ്പോഴേക്കും ഈ പെട്ടി
കാലിയാകും. അതാണ് രിക്ത കുഹരം. കുഹരം എന്നാൽ ഒരു ആഴമുള്ളത് എന്നൊക്കെയാണ് അർത്ഥം പറയുന്നത്. ഇവിടെ പെട്ടി, രിക്തം എന്നാൽ കാലിയാകുന്നു, അകം ശൂന്യമാകുന്ന ഈ പെട്ടി പിന്നീട് എന്താണ് ചെയ്യുന്നത്? ബ്രഹ്മാവ് ഓരോന്നോരോന്നായിട്ട് വീണ്ടും നിറച്ചു കൊണ്ടുവരുന്നു. അതാണത്രേ ചന്ദ്രന്റെ കലകളുടെ വൃദ്ധി. അങ്ങനെ പൗർണമിയാകുമ്പോഴേക്കും ആ പെട്ടി വീണ്ടും നിറയുന്നു. ഇത് ആരാണ് ചെയ്യുന്നത്? വിധിഹി, ബ്രഹ്മാവാണ്. ബ്രഹ്മാവിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ ദേവിയുടെ ഒരു കാര്യസ്ഥനെ പോലെ കൂടെ നടന്നിട്ട് ദേവി ഈ പെട്ടി എപ്പോഴാണോ കാലിയാക്കുന്നത് അതിനനുസരിച്ച് ഭൂയോ ഭൂയഃ, വീണ്ടും വീണ്ടും, കാരണം ദേവിക്കിത് എപ്പോഴും ഉപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും തവ കൃതേ, ദേവി അങ്ങയ്ക്ക് വേണ്ടി ആ ബ്രഹ്മാവ് നിബിഡയതി നൂനം, വീണ്ടും നിറച്ചു വെക്കുകയാണല്ലോ. അതാണ് പൗർണമി. അങ്ങനെ വളരെ രസകരമായ ഒരു വർണ്ണനയാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രമണ്ഡലം എന്നത് ദേവി തൻ്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു ആഭരണ പെട്ടി അല്ലെങ്കിൽ ഒരു വിശിഷ്ടമായ പെട്ടിയാണ്. ഇനി ചന്ദ്രനിൽ കാണപ്പെടുന്ന കളങ്കം ദേവിയുടെ നെറ്റിത്തടത്തെ മനോഹരമാക്കുന്ന കസ്തൂരിയാണ്. ഇനി ചന്ദ്രബിംബം ജലമയമാണ്. ആ ജലവും ദേവി തൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു. ചന്ദ്രന്റെ കലകൾ കർപ്പൂരങ്ങളാണ്. അതും തൻ്റെ താമ്പൂലത്തിന്റെ കൂടെ ദേവി ഉപയോഗിക്കുന്നു. ദേവി ഉപയോഗിക്കുന്നതിനാൽ അതങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അപ്പോൾ ഒരു കാര്യസ്ഥനെ പോലെ ദേവിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ആരാണ് കൂടെ നിൽക്കുന്നത്? ബ്രഹ്മാവ്. പിന്നീട് അത് നിറച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു മനോഹരമായ വർണ്ണനയാണ് ചന്ദ്രനെ കുറിച്ച് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത്. ഹരിയോ.